നമസ്കാരം. ഇന്ന് മാർച്ച് 8 അപൂർവമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത ദിവസം എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ ഒരു ദിവസം ആരും പാഴാക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മാർച്ച് 8 എന്ന ഇന്നേ ദിവസത്തിന് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. അതിനാൽ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം ഏവരും വീടുകളിൽ പ്രവർത്തിക്കുക. ഏവർക്കും സാധിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി പരാമർശിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയും ചോതി നക്ഷത്രവും പഞ്ചമി തിഥിയും ഒരുമിച്ച് വരുന്ന അതിവിശേഷപ്പെട്ടതായ ദിവസം, വളരെ അപൂർവവും അത്രമേൽ ശക്തിയേറിയതുമായ ഒരു ദിവസമാണ് ഇന്ന്. അതായത് 2026 മാർച്ച് 8. സാക്ഷാൽ സൂര്യഭഗവാനും നരസിംഹസ്വാമിയും വരാഹിദേവിയും എന്നീ 3 മൂർത്തികൾക്കും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം. അതിനാൽ തന്നെ ധനപരമായ പ്രയാസങ്ങൾ, ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനും, ശത്രുദോഷങ്ങളുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും, ആഗ്രഹങ്ങൾ അത് എത്ര കഠിനമായ ആഗ്രഹങ്ങളാണ് എങ്കിലും അത് നടക്കുവാനും ഈ ദിവസത്തിലെ പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട് എന്നാണ് പറയുക. അതിനാൽ ഈ പുണ്യദിനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഐശ്വര്യപൂർണമായി തീരും. അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും വീടുകളിൽ പ്രവർത്തിക്കണം. ഇന്നത്തെ ദിവസം പ്രഥമമായും ശ്രദ്ധിക്കേണ്ടത് സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അതിരാവിലെ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ് ഇത്. ഇന്നേ ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി കുടുംബത്തിലെ ഒരംഗം സൂര്യഭഗവാന് ജലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത് ജീവിതത്തിൽ തേജസ്സും ആരോഗ്യവും ഉന്നമനവും നിങ്ങൾക്ക് നൽകും. എത്ര ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും സൂര്യഭഗവാൻ ഉദിക്കുന്നത് പോലെ നിങ്ങൾക്കും ഉദിച്ചുയരുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നു ചേരും. ഇത് ഇന്നേ ദിവസം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. തുടർന്നുള്ള ഞായറാഴ്ചകളിലും, പ്രത്യേകിച്ചും ഞായറാഴ്ചകളിൽ ഈ കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം. അത് നിങ്ങൾക്ക് സൂര്യദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ കടന്നു വരുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു കാര്യം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ്. ഇന്ന് ഞായറാഴ്ച കൂടി ആയതിനാൽ ഏവർക്കും സാധ്യമാകുന്ന അല്ലെങ്കിൽ സമയം കൂടുതലായി ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ചും അതിരാവിലെ തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് ജലധാര ഭഗവാന് വഴിപാടായി നടത്താം. കൂവളമാലയും ഭഗവാന് വഴിപാടായി നടത്താം. ഇനി സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും ഭഗവാന് തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പലരും അനുഭവിച്ചു പോരുന്ന ഒരു പ്രയാസകരമായ കാര്യമാണ് ശത്രുദോഷങ്ങൾ. ശത്രുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനും ശത്രുവിന് മേൽ വിജയങ്ങൾ നേടുവാനും ഏറ്റവും സഹായകരമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം നരസിംഹസ്വാമിക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം. അകാരണമായ ശത്രുദോഷങ്ങൾ അകലുവാനും അല്ലെങ്കിൽ തടസ്സങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ നരസിംഹസ്വാമിക്ക് ഭക്തിപൂർവം പാനകം നേദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പാനകം നേദിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. രാവിലെയാകാം, സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാസമയത്ത് സമയമെടുത്താണ് എങ്കിലും നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം പ്രവർത്തിക്കണം. ഇനി പരാമർശിക്കാൻ പോകുന്നത് വരാഹിദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വരാഹി ഭക്തർ അല്ലെങ്കിൽ വരാഹിദേവിയെ ആരാധിക്കുന്നവരാണ് എങ്കിലും മറ്റ് ഭക്തരാണ് എങ്കിലും തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്യണം.
കാരണം പഞ്ചമിയാണ് ഇന്ന്. അതിനാൽ പഞ്ചമി പൂജ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. എന്തുകൊണ്ടാണ് പഞ്ചമി പൂജ ചെയ്യുന്നത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. കടം തീരാൻ, ധനാഗമനത്തിനും, അതായത് ധനപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും, കടബാധ്യതകൾ എത്രയുണ്ട് എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും ഉത്തമം തന്നെയാണ് ഇന്നേ ദിവസം പഞ്ചമി പൂജ ചെയ്യുന്നത്. വളരെ വിശേഷപ്പെട്ടതായ ഒരു പഞ്ചമി തിഥിയാണ് ഇന്ന്. വരാഹി ദേവിക്ക് പ്രിയപ്പെട്ട തിഥി അഥവാ പഞ്ചമി അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കടബാധ്യതകൾ തീരുവാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ തടസ്സങ്ങൾ ഇല്ലാതെ നടക്കുവാനും തേങ്ങാദീപം നിങ്ങൾ ഇന്നേ ദിവസം തെളിയിക്കുക. അതായത് തേങ്ങാമുറിയിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് ദീപം തെളിയിക്കുക എന്ന്. സാധിക്കുമെങ്കിൽ നെയ്യാകാം, അല്ലെങ്കിൽ എണ്ണയാകാം. അത് തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യണം. ഇന്നേ ദിവസം നാളികേരം പൊതിച്ച് നാളികേരം ഒന്ന് കഴുകിയതിന് ശേഷം ഉടച്ച് ഇപ്രകാരം നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു. ഈ പുണ്യദിനത്തിലെ പ്രാർത്ഥനകൾ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് നൽകുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളുടെ തുടക്കമായി മാറുകയും ചെയ്യും. എന്നാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ ചില മന്ത്രങ്ങൾ കൂടി ജപിക്കേണ്ടത് അനിവാര്യമാണ്. ആ മന്ത്രങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കാം. അതിൽ ആദ്യത്തേതായ മന്ത്രം സൂര്യദേവനുമായി ബന്ധപ്പെട്ട മന്ത്രമാണ്. സൂര്യദേവനെ ഇന്നേ ദിവസം അതിരാവിലെ തന്നെ ഭജിക്കണം. പ്രത്യേകിച്ചും സൂര്യദേവന്റെ മൂലമന്ത്രം തന്നെയാണ് ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം. 108 ജപിക്കാം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയാണ് എങ്കിലും ജപിക്കുക. സൂര്യദേവന്റെ മൂലമന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ എന്നാണ്. ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ. ഓം ഹ്രാം ഹ്രീം സ രവയേ നമഃ എന്നാണ്. ഏവരും ഈ മന്ത്രം ഇന്നേ ദിവസം 108 തന്നെ ജപിക്കുക. അതോടൊപ്പം സാക്ഷാൽ പരമശിവനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും ഓം നമഃശിവായ എന്ന മന്ത്രം 108 ജപിക്കുന്നതും വിശേഷം തന്നെയാണ്. ഇന്നേ ദിവസം നരസിംഹസ്വാമിക്കും വിശേഷപ്പെട്ട ദിവസമായതിനാൽ 108 അല്ലെങ്കിൽ 21 തവണയാണ് എങ്കിലും നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം നിങ്ങൾ ജപിക്കണം. മൂലമന്ത്രം ഇപ്രകാരമാണ്: ഔം ക്ഷൗ നമഃ, ഔം ക്ഷൗ നമഃ, ഔം ക്ഷൗ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മന്ത്രം തന്നെയാണ് വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട മന്ത്രം. വരാഹി ദേവിയെ ഇന്നേ ദിവസം രാത്രി 8 മണിക്ക് ശേഷം ഭജിക്കുന്നതും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഏതാണ് ഇന്നേ ദിവസം ജപിക്കേണ്ട വരാഹി മന്ത്രം? പെട്ടെന്ന് ഫലസിദ്ധിക്കായി നിങ്ങൾ ജപിക്കേണ്ട വരാഹി മന്ത്രം ഇപ്രകാരമാണ്: 108 ജപിക്കാം, അല്ലെങ്കിൽ 21 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കണം. പ്രത്യേകിച്ചും തേങ്ങാദീപം തെളിയിച്ചതിന് ശേഷം ജപിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യം. കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് മാതളം നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതള അല്ലികളാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധുരക്കിഴങ്ങ്, ഫലവർഗ്ഗങ്ങൾ എന്നിവ ദേവിക്ക് സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ഇനി മന്ത്രത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഓം ശ്രീ ഭൂദേവാം ജാം രാം മഹാവജ്രവരാഹി അതിഗുഹ്യേ ദണ്ഡനാഥേ ത്രിപാദ സ്വരൂപിണീം ഹ്രാം സ്വാഹ എന്നാണ്. ഓം ശ്രീ ഭൂദേവാം ജാം രാം മഹാവജ്രവരാഹി അതിഗുഹ്യേ ദണ്ഡനാഥേ ത്രിപാദ സ്വരൂപിണീം ഹ്രാം സ്വാഹ എന്നാണ്. ഓം ശ്രീ ഭൂദേവാം ജാം രാം
മഹാവജ്രവരാഹി അതിഗുഹ്യേ ദണ്ഡനാഥേ ത്രിപാദസ്വരൂപിണീം ഹ്രാം സ്വാഹ എന്നാണ്. ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അത് അതിവിശേഷം തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങളാണ് ഏവരും വീടുകളിൽ പ്രവർത്തിക്കേണ്ടത്. സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.